സമയം ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത് രാവിലെ മുതൽ, അതായത് ഇന്നലെ മുതൽ തന്നെ ഞങ്ങളവിടെ ഒക്യുപ്പ് ചെയ്തിട്ടുണ്ട്. അത്രയും സമയം ഞങ്ങൾക്ക് ഈ വേദി ഒരു വിഘ്നം കൂടാതെ നടന്നു പോകാനായിട്ട് അതിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്ന ഭാഗത്തു നിന്നുള്ള എല്ലാ ആൾക്കാരും ഒരുപോലെ സഹകരിച്ചു. അതിനെ മുഖ്യധാരയിൽ നിന്ന് ഞങ്ങളെ സഹായിച്ച ആൾക്കാണ് നമ്മളിപ്പോൾ ഒരു ഉപഹാരം ഇവിടെ കൊടുത്തത്, കണ്ണൻ സ്വാമി. അദ്ദേഹത്തിനെ ഞാൻ ആദ്യമായി നന്ദി പറയാണ്. 2-3 മാസം മുൻപ് കണ്ണൻ സ്വാമിയോട് ഞങ്ങൾ വന്നിട്ട് ഈ കാര്യം പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾക്ക് ഇതുപോലെ എല്ലാ ഘട്ടങ്ങളിലും ആരെല്ലാം സമീപിക്കണോ ആ സമയത്തെല്ലാം അദ്ദേഹം വന്ന് ഞങ്ങൾക്ക്, കാരണം ഞങ്ങളെല്ലാം ഇവിടെ പുതിയവരാണ്. നമുക്ക് തൃശ്ശൂരാണെങ്കിലും അടുത്ത് ഇവിടെ ഒന്നും അങ്ങനെ പരിചയമൊന്നുമില്ല. അപ്പോൾ 28 വർഷത്തോളമായിട്ട് ഈ ഭഗവാന്റെ സന്നിധാനത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന കണ്ണൻ സ്വാമി ഇവിടെ എല്ലാവർക്കും ഫെമിലിയറാണ്. ചെയർമാനോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററോ ഒക്കെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ മാറും, പക്ഷേ കണ്ണൻ സ്വാമി മാറില്ല. 28 വർഷമായിട്ട് അദ്ദേഹം ഇവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ എല്ലാവർക്കും സുപരിചിതനായതുകൊണ്ട് അദ്ദേഹം കണ്ണൻ സ്വാമി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചെയർമാന്റെ റൂമിലേക്ക് പെട്ടെന്ന് കയറിച്ചെല്ലാം. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുകയാണ് ഈ വേദി ഇത്രയും ഈ പരിപാടി ഭംഗിയായിട്ട് നടക്കാനായിട്ട്. പിന്നെ പരിപാടിയുടെ ഹൈലൈറ്റായിട്ട് ഞങ്ങൾ കൊടുത്തത് തമ്പി സാറിനെയും ജയചന്ദ്രൻ സാറിനെയൊക്കെ ഇവിടെ കൊണ്ടുവരുന്ന ചടങ്ങാണ്. സംഗീതാർച്ചന ഞങ്ങളുടെ സ്ഥിരം ഒരു അർച്ചനയാണെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ 17ാം വാർഷികം അലങ്കാരമാക്കാൻ വേണ്ടിയിട്ട് സംഗീതത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച 2 മഹാൻ പ്രതിഭകളെ ഇവിടെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അത് തമ്പി സാറ് പറഞ്ഞ പോലെ ഒരു ദുരുദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എങ്കിലും അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു രസകരമായിട്ട് തോന്നിയത്. പക്ഷെ 40 വർഷത്തിൻ്റെ ഒരു സംഗീത പാരമ്പര്യവും ഒരു യുവതലമുറയിലെ 2 ആൾക്കാരെയും തമ്മിൽ ഒരു വേദിയിൽ ആദരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് നമ്മളോട് പലരും ചോദിക്കേണ്ടായി ഈ ഇൻവിറ്റേഷൻ കണ്ടപ്പോൾ. അതെന്താണ് അങ്ങനെ ഒരു പഴയവരെ അപ്പം നമ്മൾ ഉദ്ദേശം എന്ന് വെച്ചാൽ തമ്പി സാർ ഇപ്പോൾ അടുത്ത കാലത്ത് പറയണ്ടായി, ഈ സംഗീതം വഴിമാറി പോകാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഒന്ന് റിസർവ് ആയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരികളും ഇപ്പം അധികം കേൾക്കുന്നില്ല. അപ്പോൾ 40 വർഷം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ആ ഒരു സീനിയറായിട്ടുള്ള ഒരു കലാകാരൻ, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ പറ്റി ഞാൻ നിങ്ങളോടൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരു ബഹുമാന്യനായ വ്യക്തിയാണ്, ആദരണീയനായ ആളാണ്. മലയാള സിനിമാ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് എവിടെ നോക്കിയാലും പല രീതിയിൽ സംവിധായകനായിട്ട്, ഗാനരചയിതാവായിട്ട്, പ്രൊഡ്യൂസറായിട്ട്, അങ്ങനെ പല മേഖലകളിലും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ജയചന്ദ്രൻ സാറ് നമ്മളതങ്ങനെ ചെയ്യാനുള്ള കാരണം ഈ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ സംഗീതത്തിൻ്റെ പ്രശ്നങ്ങളെ പറ്റി ജയേട്ടനിവിടെ കോട്ട് ചെയ്യണ്ടായി, വഴിമാറി പോകുന്ന സംഗീതവും ഇതൊക്കെ. അപ്പം അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ മനസ്സിലിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സംഗീതം തുടക്കം ചെയ്തു തന്ന ആൾക്കാരിൽ പെടുന്ന ആളാണ് തമ്പി സാറൊക്കെ. അങ്ങനെ അദ്ദേഹം 40 വർഷം ഈ സംഗീതം ഇവിടെ കൊണ്ടെത്തിച്ചിട്ട് അവിടെ അല്പം വഴിമാറിയൊക്കെ പോകുന്നുണ്ടെങ്കിലും ഒരു ലജ്ജാവതിയോ അങ്ങനെ പലതൊക്കെ ഇറങ്ങി നമ്മളെ ഒന്ന് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലും അതിനിടയ്ക്ക് മെലോഡിയസ് ആയിട്ടുള്ള ഗാനങ്ങൾ മലയാളത്തിന് വേണ്ടി ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു യുവ ചലച്ചിത്ര പിന്നണി ഗായകൻ എന്നുള്ള ഒറ്റ കൺസെപ്റ്റാണ് സംഗീത സംവിധായകൻ എന്നുള്ള ഇതാണ് അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏത് പാട്ടെടുത്താലും അതിനകത്ത് പ്രാധാന്യം മെലഡിക്കാണ്. അത് ആഗ്രഹിക്കുന്ന ക്യാമ്പസിനകത്തുള്ള കുറച്ച് കുട്ടികളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മറ്റുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ സ്ഥായിയായ സംഗീതത്തിന് അദ്ദേഹത്തിൻ്റെ സംഗീതം നമ്മുടെ പഴയകാല ഗാനങ്ങളുടെ കൂട്ടത്തിൽ ഇനി ഇത് വരും കാലങ്ങളിൽ ചരിത്ര ലിപികളിൽ ആയിത്തീരും എന്ന് ഞങ്ങൾ കരുതുന്നു. അത്രമാത്രം ഇപ്പം ഹിറ്റ് എന്നല്ല, കഴിഞ്ഞ വർഷം പാടിയാലും ഇപ്പോൾ പാടിയാലും ഒരേപോലെ മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗാനങ്ങൾ. അത് ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പേര് എല്ലാവരിലും അറിയിച്ചു. അത് തന്നെയാണ് അദ്ദേഹത്തിന് കൊടുത്ത ഒരു കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ ആ 2 പേരെയും ഒരേ വേദിയിൽ എത്തിച്ച് ഞങ്ങളുടെ ഈ സമാപന സമ്മേളനത്തിൽ ഭഗവാന്റെ പേരിലുള്ളൊരു അവാർഡ് പ്രഖ്യാപിച്ച് ഇത് കൊടുക്കാൻ അവസരമൊരുക്കി തന്ന ജയചന്ദ്രൻ സാറിനോടും തമ്പി സാറിനോടും ഞാൻ ആദ്യമായി നന്ദി പറയാണ്. ഇവിടെ ഈ വേദി അലങ്കരിച്ച് ഇതിനെ
അധ്യക്ഷം വഹിച്ച ചെയർമാൻ കെ.വി. നമ്പ്യാർ സാർ ഇപ്പോൾ പോയി. അഡ്മിനിസ്ട്രേറ്റർ സാർ ഇവിടെ വരാമെന്നായിട്ടിരുന്നു. വേറെ എന്തോ ഒരു തിരക്കിൽപ്പെട്ട് അദ്ദേഹം വരാൻ കഴിഞ്ഞില്ല. ഈ വേദിക്ക് വേണ്ടി അവർ രണ്ടുപേരും ഇവിടെ എത്തിച്ചേരുമെന്ന് വിചാരിച്ച് ഒരാൾ എത്തിച്ചേർന്നെങ്കിലും അവർക്ക് വേണ്ടി നമ്മൾ നന്ദി അറിയിക്കുകയാണ്. പിന്നെ റഫീഖ് യൂനസ്, അദ്ദേഹം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഞങ്ങൾ കലാകാരന്മാരായിട്ടുള്ള ബന്ധങ്ങളൊന്നല്ല. അദ്ദേഹം ഞങ്ങൾ തമ്മിലുള്ള ഒരു എന്താണ് ഫ്രണ്ട്ഷിപ്പ് ജസ്റ്റ്. അത് പിന്നെ അദ്ദേഹം സംഗീതത്തിനോ അല്ലെങ്കിൽ കലാപരമായ ഒരു ഫീൽഡിലേക്കോ അദ്ദേഹം വന്നു. ഞാൻ അവിടെ ഇങ്ങനെ പാട്ടും പാടി നടന്നത് അത് കണ്ട് അദ്ദേഹം ഇഷ്ടപ്പെട്ടു. അങ്ങനെ അനുകമ്പയോ എന്തൊക്കെയോ ഉണ്ട് അദ്ദേഹത്തിന്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ ദൃഢമായിട്ട് പോകുന്നത്. ഒരുപാട് പേര് അവിടെ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും വളരെയധികം ക്ലോസ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാനും മനസ്സിലാക്കാനും, ഇപ്പോൾ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഒരേപോലെ ഷെയർ ചെയ്യാവുന്ന അതാണല്ലോ യഥാർത്ഥത്തിലുള്ള നമ്മൾ സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടും ഒരേപോലെ ഷെയർ ചെയ്യാൻ ആരാണോ ഉള്ളത് അവരെയാണ് നമ്മൾ യഥാർത്ഥ സുഹൃത്തായിട്ട് കണക്കാക്കേണ്ടതെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ വിദേശത്ത്, സൗദി അറേബ്യ പോലൊരു രാജ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തെങ്കിലും വന്നാൽ മറ്റൊരാൾ അറിയില്ല, തൊട്ട് നിൽക്കുന്ന ആൾ പോലും അറിയില്ല. അത് അറിയുന്ന പലരും ഇവിടെ ഉണ്ട്, നമ്മുടെ പ്രവാസി കുടുംബങ്ങളുണ്ട്, അവർക്ക് തന്നെ അറിയാതെ. അതറിയാത്ത ഇപ്പൊ കേരളത്തിൽ തന്നെ ജീവിക്കുന്നവരോട് മാത്രമായിട്ട് പറയണം. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾക്ക് ആരൊക്കെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സൗഹൃദം. ഇപ്പോ ദമാമിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. ഞാൻ ദമാമിലും ഗോവാറിലും എല്ലായിടത്തുമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എവിടെ പോയാലും മൊബൈൽ ടു മൊബൈൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ദിവസം ഒരു ശബ്ദം കേൾക്കണം, അദ്ദേഹം എവിടെയുണ്ട് എന്ന് തിരക്കാൻ ഒരാൾ, അന്വേഷിക്കാൻ ഒരു ലോക്കൽ ഗാർഡിയൻ ഉള്ള പോലെ നമുക്ക് തോന്നും റഫീഖിന്റെ ആ സാന്നിധ്യം. അതാണ് ഞങ്ങൾ തമ്മിലൊരു സൗഹൃദം. അങ്ങനെ ഇക്കാര്യം സൂര്യയുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ തന്നെ വളരെയധികം പരിശ്രമമാണ്. ഈ കലയെക്കുറിച്ച് അറിയില്ല അല്ലെങ്കിൽ സംഗീതത്തിനെ കുറിച്ച് അറിയില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞാലും പക്ഷെ എന്തൊക്കെയോ ഇത് അറിയണമെന്ന് അതിന് തീരെ താല്പര്യമൊന്നുമില്ല. അപ്പൊ സംഗീതത്തിന്റെ ബുക്കുകൾ വായിക്കുക. ഇപ്പൊ തമ്പി സാറിനെ ആദരിക്കുന്നുണ്ട്, പക്ഷെ തമ്പി സാറിന്റെ ബുക്കൊന്നും അദ്ദേഹം ഇങ്ങനെ വായിക്കുന്നതായിട്ട് തോന്നിയില്ല. അതിനൊന്നും നേരമില്ല, അതാണ് സ്ഥിതി. എങ്കിലും ഇത്തരം കാര്യങ്ങളെ പ്രമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ, അത് പ്രത്യേകിച്ച് അദ്ദേഹം പറയണമെന്ന് വെച്ചാൽ കേരളീയമായിട്ടുള്ള പൈതൃക കലകള് മുന്നോട്ട് കൊണ്ടുവന്ന് അവിടെ പ്രവാസികളായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങളില് വളർന്നു വരുന്ന കുട്ടികൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ നമ്മുടെ പ്രസ്ഥാനത്തിന് കഴിയണം. അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ആ രീതിയിൽ നമ്മുടെ പാരമ്പര്യം കേരളീയമായിട്ടുള്ള കാര്യങ്ങളും അറ്റ്ലീസ്റ്റ് ഒരു എലയിട്ട് ഊണ് കഴിക്കാൻ വരെ അറിയാത്ത യങ് ജനറേഷനാണ് ഇന്നത്തെ പ്രവാസി കുട്ടികൾ എന്നുള്ളതാണ് അവസ്ഥ. ആ ഇലയിട്ട് ഊണ് കഴിക്കുന്നത് മുതൽ ഉള്ള കാര്യങ്ങൾക്ക് റഫീഖ് ഡിസൈൻ ചെയ്യാറുണ്ട്. ഓണസദ്യ നടത്തും. ഇലയിട്ട് ഊണ് കഴിക്കാൻ ഇല ഒരു നാക്കല എങ്ങോട്ട് ഇടണം എന്ന് അറിയാത്ത പലരും ഉണ്ട് ഇവിടെ. അത് ഇടുന്നതിനും സിസ്റ്റം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ പോലും അത് ചെയ്യാൻ, അങ്ങനെ അത് തുടങ്ങി സംഗീതത്തിലും നൃത്തത്തിലും സാഹിത്യമായിട്ടും പല രംഗത്തും അദ്ദേഹം പ്രവർത്തിച്ച് അങ്ങനെ അതിന്റെ അപ്രീസിയേഷൻ പരമാവധി വാങ്ങിയത് ഇതുപോലൊരു വേദിയിൽ കൃഷ്ണമൂർത്തി സാറിനെ കൊണ്ടുവന്നു. അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്തു. ആ ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ അദ്ദേഹത്തിന് ഇത് സൂര്യയുടെ ചാപ്റ്ററായിട്ട് പ്രഖ്യാപിക്കത്തക്ക രീതിയിൽ അത് ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് റഫീഖിന്റെ ക്രെഡിറ്റ്. അത് റഫീഖിന്റെ ഇവർ യഥാർത്ഥ കലാകാരന് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ റഫീഖ് ചെയ്തു. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളിങ്ങനെ അനുമോദിച്ചുകൊണ്ടിരിക്കല്ല, ഉള്ള കാര്യം പറയണം. അപ്പോൾ അദ്ദേഹം ഇതുപോലെ ഒരുപാട് തിരക്ക് ഒരാഴ്ച മുന്നേ എത്തിയിട്ടുള്ളൂ. ഇനി തിരിച്ചിട്ട് പോവാണ് 2 ദിവസം കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ഒരു തിരക്കായിട്ടുള്ളൊരു റഫീഖിനെ, എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് ആശംസകൾ അറിയിക്കാൻ 2 വാക്ക് പറഞ്ഞ് തമ്പി സാറിന്റെ കൂടെയൊക്കെ ഇരുത്താനായിട്ട് ഇവിടെ എത്തിച്ചേരാൻ ക്ഷണിച്ചപ്പോൾ വരാമെന്ന് ഏറ്റു വന്നു. ഈ ചടങ്ങിൽ ഇത്രയും സംബന്ധിച്ചു എന്നെ അദ്ദേഹത്തിനോട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ ഇപ്പൊ കൈയടിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടുമുക്കാൽ ആൾക്കാർ ദമാം കോവാറും കൈയടികളാണ് ഈ കേൾക്കുന്നത്. അങ്ങനെ ഈ വേദിക്ക് ഇത്രയും പോരാ, ഇനി കുറെ പേരുണ്ട്, ആരൊക്കെയോ പോയിട്ടുണ്ട് കുറെ പേര്. അങ്ങനെ ഇത്രയും ആൾക്കാരെ അവിടുന്ന് 10-40 ഫാമിലീസ് ഇവിടെ വന്ന് ഈ ഭഗവാന്റെ സന്നിധാനത്തിൽ ആരെയും ക്ഷണിച്ചിട്ടൊന്നും വേണ്ട ഭഗവാന്റെ മുന്നിലേക്ക് വരാൻ. എങ്കിലും ഈ ഓഗസ്റ്റ് 15, 14, 13 ഈ 3 ദിവസം ആണെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സ് ആണ്. ഇങ്ങനെ 3 ദിവസം വീണ് കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാന്റെ തിരുമുന്നിൽ വന്ന് അവിടെ ഇരിക്കുന്നതാണ് ആൾക്കാരുടെ താല്പര്യം. അപ്പോൾ
3 ദിവസം ഒരുമിച്ച് അവധി കിട്ടിയ സമയത്ത് ഇവിടെ ജനസമുദ്രമായിരുന്നു എന്നുള്ളതിനാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇതിനിടയിൽ കഷ്ടിച്ച് തലചായ്ക്കാനൊരു സ്ഥലവും വിശക്കാതിരിക്കാനുള്ള ചെറിയൊരു ഭക്ഷണവും നമ്മൾ ഓഫർ ചെയ്തു. അത് സഹിച്ചുകൊണ്ട് അവിടുന്ന് വന്ന് 10-40 കുടുംബങ്ങൾ ഞങ്ങളോടൊപ്പം ഈ പരിപാടി വളരെ ധന്യമാക്കി തന്നിട്ടുണ്ട്. പ്രവാസി എന്ന് ഞാൻ പറയാനില്ല, ഞാനും അതായതുകൊണ്ട്. അപ്പോൾ കേരളത്തിന് വെളിയിൽ പോയി അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ പോയിട്ട് ഇങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് സഹോദരന്മാരായിട്ട് കഴിയുന്ന അവരെ ഭഗവാന്റെ സന്നിധാനത്തിൽ വന്ന് ഈ വേദിയിൽ എത്തിച്ച് ഇങ്ങനെ നാദബ്രഹ്മത്തിന്റെ ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടാക്കി തന്നതിന് ഞാൻ അവരുടെ എല്ലാവരോടും ഒരുപോലെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഈ ഹോട്ടലും പിന്നെ ഈ പരിസരത്ത് ഞങ്ങൾക്ക് വേണ്ട എല്ലാ താമസ ഭക്ഷണ സൗകര്യങ്ങളും ഒരുക്കുന്ന നല്ലൊരു റിജൻസിന്റെ പ്രധാന ആളാണ് പ്രകാശ് സ്വാമി. അദ്ദേഹം ഇപ്പോൾ സ്ഥലത്തില്ല. അദ്ദേഹമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു പേന കൊണ്ട് എഴുതിയിട്ട് വേറെ യാതൊരു അഡ്വാൻസും ഇല്ല, ഓഫറും ഇല്ല. നമ്മളൊക്കെ ആദ്യമായിട്ട് കാണാണ്. പക്ഷെ അദ്ദേഹം അതെല്ലാം ഇവിടെ ഭംഗിയായിട്ട് ചെയ്ത് നമുക്ക് ഈ ഫംഗ്ഷൻ ഇവിടെ പൂർണ്ണമാവുന്നവരേക്കുള്ള സഹകരണങ്ങൾ ചെയ്തു തന്നിട്ട് അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിൽ സ്മരിക്കുകയാണ്. അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. പിന്നെ ഞങ്ങളുടെ നാദബ്രഹ്മത്തിന്റെ വെബ്സൈറ്റ്, ഈ വെബ്സൈറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഈ വളർന്നു വരുന്ന ശാസ്ത്രത്തിന്റെ പടവുകൾക്ക് മേലോട്ട് പോകുമ്പോൾ ഇത്തരം ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകം ഉണ്ട് എന്നുള്ളത് ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വെബ്സൈറ്റിനകത്ത് പ്രത്യേകിച്ച് കാമ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും തൽക്കാലം ഇല്ല. അതിപ്പോൾ ആരെങ്കിലും www.nathbrahman.com തുറന്നു നോക്കി കഴിഞ്ഞാൽ അങ്ങനെ എന്താ പറയുക, നിങ്ങൾക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ തൽക്കാലം ഇല്ല. ഭാവിയിൽ അത് ഉണ്ടാക്കാൻ ശ്രമിക്കും എങ്കിലും ഇത് ഇപ്പൊ അത് തുടങ്ങിയതിന്റെ ഉദ്ദേശം കേരളത്തിന്റെ പൈതൃക കലകളും പ്രധാനമായിട്ടും സംഗീതത്തിന്റെ മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള പ്രതിഭകൾ വലിയ ഇവരെയെല്ലാം വരും തലമുറ സ്വാധീനിക്കാൻ നമുക്ക് ഏറ്റവും നല്ല കമ്പ്യൂട്ടറാണ്. കാരണം ബുക്ക് എടുത്തു കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി മനോരമയോ മാതൃഭൂമിയോ ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ അവർ വായിക്കില്ല. അതിന് പകരം കമ്പ്യൂട്ടർ വെച്ച് കൊടുത്തിട്ട് നെറ്റിൽ പോയിട്ട് പോവാ എന്ന് പറഞ്ഞാൽ അവർ നെറ്റിൽ പോകും. അപ്പൊ അതുകൊണ്ട് ഇന്റർനെറ്റിൽ കൂടെ നമുക്ക് അവരെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളത് ഈ 21ാം നൂറ്റാണ്ട് തെളിയിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ ആ ഇൻഫ്ലുവൻസ് തന്നെ നമ്മൾ ഉപയോഗിക്കാൻ വെച്ചു. പഴയവരോട് ഈ നമ്മുടെ പഴയ കലാകാരന്മാരെ പറ്റിയോ സംഗീതത്തിനെ പറ്റിയോ ശാസ്ത്രീയ സംഗീതത്തിനെ പറ്റിയോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അവരത് ആസ്വദിച്ചു വളർന്നു വന്നവരാണ്. പക്ഷെ പുതിയവരെ ആസ്വദിക്കാൻ ശ്രമിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് കഥ. ഇറങ്ങുന്ന പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുക, ആ വഴിക്ക് പോവുക. അത് പാശ്ചാത്യന്റെയാണോ പൗരസ്ത്യന്റെയാണോ എന്നുള്ള വകഭേദമൊന്നുമില്ല. നമ്മുടെ ശാസ്ത്രീയ സംഗീതവും കലകൾക്കും അതിന് വേണ്ട പ്രാധാന്യം കൊടുക്കാതെ, അത് അറിയണമെന്നുള്ള മനസ്ഥിതി പോലും കൊടുക്കാതെ ഇങ്ങനെ വഴുതി മാറിപ്പോകുന്ന ഒരു യുവതലമുറ ഉണ്ടാവുന്നുണ്ടോ ഒരു സംശയം, എന്റെ സംശയമാണ്. അപ്പോ അങ്ങനെ വരുന്നതുകൊണ്ട് നാദബ്രഹ്മത്തിന് ഒരു കടുകുമണി പോലെ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു വെബ്സൈറ്റിലൂടെ ആണെങ്കിൽ ചിലപ്പോൾ ഇതിൽ ഒരു 10 പേരെ വേൾഡ് വൈഡ് ആയിട്ട് ഇത് തുറന്ന് കാണാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണല്ലോ. അപ്പോൾ ഒരു 10 പേര് കണ്ടാൽ നമ്മൾ വാക്കാലെ പറയുന്നതോ അല്ലെങ്കിൽ നോട്ടീസ് അടിച്ച് കൊടുക്കുന്നതോ ഒക്കെ ചുരുട്ടിക്കൂട്ടി അവിടെ ഇട്ടിട്ട് പോവുള്ളൂ. ഇതിങ്ങനെ കാലാകാലം നിൽക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഒരു പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനമാണ് ഇന്നിപ്പോൾ ജയചന്ദ്ര സാർ ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം വേണ്ട വിലപ്പെട്ട സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സാഹിത്യമോ മറ്റുള്ള മേഖലകളിലുള്ളവരോടായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് ഇതിന് അഡ്വൈസ് വാങ്ങി ഇതിനെ പരമാവധി നല്ല രീതിയിലുള്ള സൈറ്റാക്കി മാറ്റാനായിട്ട്. അതിന് എല്ലാവരുടെയും ഞങ്ങളുടെ ഗുരുജനങ്ങളായിട്ടുള്ള എല്ലാവരുടെയും ഉപദേശവും പ്രോത്സാഹനവും ഞങ്ങൾ ഈ വേദിയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് നമ്മുടെ കഴിവുകൾക്കോ അല്ലെങ്കിൽ അറിവിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്ക് അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാനും ഞങ്ങൾ വഴിക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാവാനൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ സംരംഭത്തിന് വേണ്ടി നമ്മുടെ സംഗീത സാഹിത്യ മേഖലയിലുള്ള ആൾക്കാരുടെ ആരുടെ നല്ല ഉപദേശങ്ങളുണ്ടെങ്കിലും അത് ഞങ്ങൾ സ്വീകരിക്കും. അത് വെബ്സൈറ്റിൽ ഞങ്ങൾ ചേർക്കും. അത് ഞാൻ നിങ്ങളോട് പറയാണ്. അപ്പൊ ഈ സൈറ്റൊക്കെ വിസിറ്റ് ചെയ്തിട്ട്
പരിഹാസഭാവത്തിലൊന്നും ആരും അതിനെ കാണരുത്. ചെറിയൊരു സൈറ്റാണ് ഇപ്പോൾ. അത് വലുതാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂടി പ്രോത്സാഹനമാണ് എന്ന് മാത്രമേ ഞാൻ സമാധാനിക്കും. ബാക്കി ഒന്നും പറയുന്നില്ല. ഇവിടെ വേദി ഇത്രയും നേരം ഒരു ചെറിയൊരു ഫംഗ്ഷൻ, ഒരു മീറ്റിംഗ് മാത്രമായിട്ടുള്ള സ്ഥലത്ത് വന്നിരുന്ന് ഇതെല്ലാം ആസ്വദിച്ച് ഇത്രയും നേരം ഈ ഫംഗ്ഷൻ ഭംഗിയാക്കി തന്ന മുന്നിലിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നാദബ്രഹ്മത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ അറിയിക്കുകയാണ്.